പഞ്ചസാര ഉപഭോഗത്തിൽ മുൻപന്തിയിലുള്ള കേരളത്തിൽ ഒരു പഞ്ചസാര ഫാക്ടറി പോലും അവശേഷിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യമാണ് ചിറ്റൂർ ഷുഗർ ഫാക്ടറി അടച്ചുപൂട്ടുന്നതിലൂടെ വെളിവാകുന്നത്. പാലക്കാട് ജില്ലയിൽ കരിമ്പ് കൃഷി കൂമ്പടയാൻ തുടങ്ങിയപ്പോഴാണ് ചിറ്റൂർ ഷുഗർ മിൽസ് പഞ്ചസാര ഉൽപാദനത്തിൽ നിന്ന് മാറി മലബാർ ഡിസ്റ്റിലറീസ് എന്ന വിദേശ മദ്യ നിർമ്മാണ സ്ഥാപനമാകുന്നത്. പഞ്ചസാര വില കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുകയും അതിന്റെ അസംസ്കൃത വസ്തുവായ കരിമ്പിന് തോന്നിയ വില നൽകാൻ സംസ്ഥാനങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോൾ മുതലാണ് കേരളത്തിൽ പഞ്ചസാര വ്യവസായം കൂമ്പടയാൻ തുടങ്ങിയത്. കരിമ്പ് വളരുന്ന പാടങ്ങളെ പുല്ല് വളരുന്ന പാടങ്ങളായി കർഷകൻ കാണാൻ തുടങ്ങിയത് കരിമ്പിന് പുല്ലിന്റെ വിലയില്ലെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ്. കേരളത്തിന്റെ അഭിമാന സ്ഥാപനങ്ങളായിരുന്ന പന്തളം, തിരുവല്ല, ചിറ്റൂർ ഷുഗർ മില്ലുകളെ 10 വർഷം മുമ്പ് അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കിയതും കരിമ്പ് ക്ഷാമം തന്നെ. പിന്നെ ഏകദേശം ഈ ചുറ്റുവട്ടാരത്തിലുള്ള കരിമ്പ് കൃഷികൾ ഏകദേശം തന്നെ നശിച്ചുപോയി. ആരും തന്നെ ഇല്ലാതെയില്ല. പണിക്ക് ആളെ കിട്ടാതെയായി. പഞ്ചായത്ത് പണി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ ലേബർ ഒരിടം ഓവർ ചെയ്ത് കാരണം അവർ ഈ കരിമ്പ് കൃഷിക്ക് വരാതെയായിപ്പോയി. അത് താൽക്കാലികമായി കരിമ്പ് കൃഷി യാതൊന്നും തന്നെ ഇല്ലാതെ അപ്രത്യക്ഷമായി പോയി. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ, കഞ്ചിക്കോട്, കൊഴിഞ്ഞാമ്പാറ, മേനോൻപാറ എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായി ഉണ്ടായിരുന്ന കരിമ്പ് കൃഷി 90% അപ്രത്യക്ഷമായി കഴിഞ്ഞു. അവശേഷിക്കുന്ന കരിമ്പ് കർഷകർ വിളവെടുപ്പിന് ശേഷം ശർക്കര വല്ലമുണ്ടാക്കി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കും. ഇതിന് ലഭിക്കുന്ന വില വണ്ടിക്കൂലിക്ക് പോലും തികയില്ലെന്ന് കർഷകർ പറഞ്ഞു. ഈ വിളവെടുപ്പോടെ കരിമ്പിനോട് എന്നേക്കുമായി വിട പറയുമെന്ന് അവശേഷിക്കുന്ന ഈ കരിമ്പ് കർഷകരും ആണയിടുന്നു. കരിമ്പ് കൃഷിയുടെ പ്രശ്നങ്ങൾ പഠിക്കാനിറങ്ങിയതാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് നാമമാത്രമായ കർഷകരെ. നിലമെല്ലാം തൂർത്തുകളഞ്ഞ് ചെടികളും വെട്ടി തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്നേക്കുമായി അവർ പരിഹരിച്ചു കഴിഞ്ഞു. കരിമ്പിൻ പൂവിന്റെ മണമില്ലാത്ത പാലക്കാട് നിന്നും ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ.